സ്കൂൾ വിട്ടു വരുന്ന ഒരു ഹലോ പെൺകുട്ടി ഹലോ അവളുടെ പുസ്തകം തുറന്നു കാട്ടി ഒരു നമ്പൂതിരിയോട് ചോദിച്ചു, ഈ കണക്ക് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? നമ്പൂതിരി ഒന്ന് ഞെട്ടി. ഞാൻ അക്ഷരശൂന്യനാണ്, എഴുതാനും വായിക്കാനും എനിക്കറിയില്ല. ആ നമ്പൂതിരി അന്ന് ജീവിതത്തിൽ ആദ്യമായി ഞെട്ടലോടെ തിരിച്ചറിഞ്ഞ കാര്യമാണത്. ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിയില്ല. തന്നേക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ പെൺകുട്ടിയാണ് ആ, ഒരു ആ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ ഈ നമ്പൂതിരി കുരുങ്ങി. അന്നു മുതൽ ആ പെൺകുട്ടിയെ ഗുരുവാക്കി അദ്ദേഹം പഠനം ആരംഭിച്ചു. രാത്രി എല്ലാ ദിവസവും ക്ഷേത്രത്തിലെ ശാന്തിയൊക്കെ കഴിഞ്ഞ് നടയടച്ച് അദ്ദേഹം എഴുതാനും വായിക്കാനും ശീലിച്ചു തുടങ്ങി. കീറിയ പത്രക്കടലാസിൽ അച്ചടിച്ച ഒരു പരസ്യം, മാന്മാർക്ക് കുടയുടേത്, വായിച്ചപ്പോൾ അയാൾക്ക് ലോകം പിടിച്ചെടുത്ത പോലെ തോന്നി. ആ നമ്പൂതിരി ആരായിരുന്നു കേട്ടാൽ നിങ്ങൾ ഞെട്ടും. VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നൊരു നാടകം എഴുതി ആ, ആ, യാഥാസ്ഥിതിക നമ്പൂതിരി ഇല്ലങ്ങളിലും മറ്റ് സമുദായങ്ങളിലും നടന്ന ആ, അന്ധവിശ്വാസങ്ങളെ കീഴ്മേൽ മറിക്കാൻ ഒരു വിപ്ലവത്തിന് പട നയിച്ച സാക്ഷാൽ VT ഭട്ടതിരിപ്പാട്. സ്വന്തം സമുദായത്തിൽ പരിഷ്കരണത്തിൻ്റെ ജ്വാല തെളിച്ചയാളാണ്. അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്ന പ്രേംജിയും അതുപോലെ MRBയും ഒക്കെ തന്നെ VTയുടെ ആദർശങ്ങൾക്ക് കുടപിടിച്ച് പിന്നാലെ ഉണ്ടായിരുന്നു. അറിവിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പാതയിലേക്ക് എത്ര പേരെയാണ് ഈ സമൂഹത്തിൽ അദ്ദേഹം നയിച്ചത്. ബ്രാഹ്മണ സമുദായം പറഞ്ഞ കാര്യങ്ങൾ പലതും അദ്ദേഹം തകർത്തെറിഞ്ഞു. അന്ധവിശ്വാസങ്ങളുടെ കടയറുത്തു വീഴ്ത്തി അദ്ദേഹം. അക്ഷരങ്ങൾക്ക് അഗ്നി ജ്വലിപ്പിക്കാനായിരുന്നു VTയുടെ നിയോഗം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ നമ്മോട് പറഞ്ഞ ഒരാളാണ് ശ്രീനാരായണ ഗുരു. വിദ്യ തന്നെ മഹാധനം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. വിദ്യാഭ്യാസം മനുഷ്യനെ വിവേകശാലിയാക്കും. വിദ്യ പോലെ നമുക്ക് ലഭിക്കാവുന്ന സമ്പത്ത് വേറെ ഒന്നുമില്ല. അറിവിൻ്റെ നിറവ് നമുക്കെപ്പോഴും കൂടെ കൊണ്ട് നടക്കുക. അപ്പം എന്തിന് പഠിക്കണം, എനിക്കല്ലാതെ തന്നെ പണം ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ വിദ്യ, ജനങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്തു എന്ന് അഭിമാനത്തോട് പറയുന്ന പൊതുപ്രവർത്തകരായി കെ നായനാരെ പോലെയുള്ള ആളുകൾ നമുക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെയുള്ള അറിവിനും പ്രാധാന്യമുണ്ട്. അതേസമയം ഔപചാരികമായ വിദ്യാഭ്യാസം ഉണ്ടാക്കുക, അല്ലാതെയും വിദ്യാഭ്യാസം ഉണ്ടാകുക. വിദ്യ തന്നെ മഹാധനം എന്ന് തന്നെ നമ്മൾ ശീലിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ VT ഭട്ടതിരിപ്പാടിനോട് ആ കുട്ടി ചോദിച്ചില്ലേ ഈ കണക്കൊന്ന് പറഞ്ഞു തരാമോ? നമ്മോട് ആരെങ്കിലുമൊക്കെ ചോദിച്ചൊന്നു വരും. അപ്പോൾ നമ്മുടെ കണക്കൂട്ടൽ പിഴയ്ക്കും.